ടെക്സസിൽ നിന്ന് പോയ 2 സഹോദരിമാർ, ആൻ ഫിലിപ്പ്, മീര ഫിലിപ്പ്, 35ഉം 32ഉം വയസ്സ്. അവർ കന്യാകുമാരിയിൽ മരിച്ചത് അത് കേട്ടപ്പോൾ മുതൽ നമ്മളേറെ വേദനിച്ചതാണ്. പ്രവാസി സമൂഹം, അതുപോലെ തന്നെ മലയാളി സമൂഹത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾ. അപ്പോൾ കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പിന്നെ ആത്മഹത്യയും കൊലപാതകങ്ങളും ഒക്കെ ഒരു വാർത്തയല്ല. ആളുകൾ അത് ഒരു പ്രാധാന്യത്തോടെ എടുക്കുന്നു പോലുമില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ ആളുകൾ കൊല്ലപ്പെടുക, മരിക്കുക, പിന്നെ ജീവിതം അവസാനിപ്പിക്കുക, ഇതൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അവയൊന്നും ഈ സമൂഹത്തിൽ ഉണ്ടാവേണ്ടതില്ല, ഉണ്ടാവരുത് എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളാണ് നമ്മൾ. പ്രത്യേകിച്ച് അങ്ങനെ ഈ നാട്ടിലുള്ളതുപോലുള്ള കാരണങ്ങൾ ഇവിടില്ല. ഇവിടുത്തെ കാരണങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷേ ഇവിടുത്തെ കാരണങ്ങൾ പലർക്കും മനസ്സിലാവില്ല, നാട്ടിലിരിക്കുന്നവർക്ക് തീരെ മനസ്സിലാവില്ല. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം, ഇവരുടെ മരണവാർത്ത വന്ന ശേഷം ചില മാധ്യമങ്ങളിലൊക്കെ കണ്ടത് അമേരിക്കയിൽ ഇട്ടുമൂടാൻ പണം, എന്നിട്ട് ഇവരിവിടെ വന്ന് ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിലെത്തി എന്ന രീതിയിലാണ് റിപ്പോർട്ടുകളൊക്കെ വന്നത്. അപ്പോൾ ആളുകളുടെ ആ തെറ്റിദ്ധാരണകൾ നമുക്കറിയാം. മനുഷ്യർ കടന്നു പോകുന്ന വിഷമതകൾ, ബുദ്ധിമുട്ടുകൾ, അവരുടെ മാനസിക പ്രയാസങ്ങൾ നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഇപ്പോഴത്തെ റിപ്പോർട്ടനുസരിച്ച്, ഈ പത്ര റിപ്പോർട്ടുകളിലും ഇതെല്ലാം കാണുന്നതനുസരിച്ച് ഈ ഒരു ഫൗൾ പ്ലേ ഒന്നും നടന്നിട്ടില്ല. അവരുടെ മരണത്തിൻ്റെ ഒരു ഫൗൾ പ്ലേ ഒന്നും പറയാനില്ല. ഇവർ നടന്നു പോകുന്നത് കണ്ടവരുണ്ട്. അതിനുശേഷം CCTVയിലുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസമാണ് അവരുടെ മൃതദേഹങ്ങൾ കിട്ടിയത്. പിന്നെ അവർ വീട്ടിലേക്ക് ഇമെയിൽ അയച്ചതായിട്ട് ആണ് പോലീസിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പോലീസ് അവരുടെ ഫോണിൽ നിന്ന് കണ്ടെടുത്തതാണ്. അതായത്, ഞങ്ങൾ സന്തോഷത്തോടെ പോകുന്നു, ഞങ്ങൾക്കൊരു വിഷമതകളുമില്ല, ഞങ്ങൾ വിടവാങ്ങുകയാണ്, വീട്ടുകാരോട് ക്ഷമ ചോദിക്കുന്നു, അതുപോലെ തന്നെ വളർത്തി വലുതാക്കിയ അപ്പനോടും അമ്മയോടും ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഞങ്ങളുടെ അന്ത്യകർമ്മങ്ങൾ ഇവിടെ തന്നെ ചെയ്യണം. ചിതാഭസ്മം കടലിൽ, അവിടെ കന്യാകുമാരിയിൽ അവിടെ തന്നെ ഒഴുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ആ ഇമെയിലുണ്ടെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ വരുന്നത് നമുക്കറിയാം. ഈ മനുഷ്യ മനസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തതിൽ അനുസ്മരിക്കുകയുണ്ടായി പഴയൊരു സംഭവം. പിന്നെ ഏതാനും വർഷം മുമ്പ് ഒഹായോയിൽ ഒരു ഡോക്ടർ അവരവരുടെ അമ്മയെ കൊന്ന കേസിൽ അറസ്റ്റിലായി, ജയിലിലായി. ഏതാണ്ട് 8 വർഷത്തിലേറെ ജയിലിൽ കിടന്നു. അപ്പം ജയിലിൽ നിന്ന് നേരത്തെ വിടുകയാണ് ചെയ്തത് അവർ, കാരണം നല്ല പെരുമാറ്റവും നല്ല ഇതൊക്കെ ഉണ്ട്. അതിനുശേഷം അവരിവിടെ ന്യൂയോർക്കിൽ വന്ന് ഉപരിപഠനത്തിന് ചേർന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇവരും ഡോക്ടറാണല്ലോ, ഉപരിപഠനത്തിന് അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം അവരുടെ ഹോസ്റ്റൽ റൂമിൽ ആത്മഹത്യ ചെയ്തു. അതും ആ റൂംമേറ്റിന് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ഒരു കത്തൊക്കെ എഴുതി വെച്ചുകൊണ്ട്. അപ്പം മനുഷ്യൻ്റെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ച് അമേരിക്കയിൽ മനസ്സിന് വിഷമതകൾ ഉണ്ടാവാൻ കാരണങ്ങൾ കൂടുതലുണ്ട്. നാട്ടിലെപ്പോലെ ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്കിവിടെ ഇല്ല. പലരും ഒറ്റപ്പെട്ട ഫാമിലികളായിട്ട് ജീവിക്കുന്നു. നമ്മൾ ഈ സമൂഹവുമായിട്ട് വലിയ ബന്ധങ്ങളില്ല. കാരണം സമൂഹം എന്ന് പറഞ്ഞാൽ പലതരം സമൂഹങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ സമൂഹത്തിൽ നിന്ന് നമുക്ക് മതിയായൊരു സപ്പോർട്ട് കിട്ടിയെന്ന് വരില്ല, നമ്മുടെ പരസ്പരമുള്ള ആ ബന്ധങ്ങളിലൂടെ. അപ്പം ഈ ദുർബല മനസ്സരാണെങ്കിൽ അവർ ഈ വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന ആക്ഷേപങ്ങൾ നമുക്കറിയാം. ഈ വർക്ക് പ്ലേസിൽ പലപ്പോഴും ഈ ഇന്ത്യക്കാർക്കെതിരെ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരിട്ടറിയാവുന്നതാണ് എനിക്ക്. പത്രങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്തൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഈ മറ്റുള്ളവർക്ക് മറ്റു പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് നമ്മളെ കണ്ടുകൂടാ. അപ്പം നമുക്കെതിരെ ആക്ഷേപങ്ങളും, ഈ നമ്മളിരിക്കുന്ന സ്ഥലം, നമ്മുടെ മണം വരെ ആണ് കുറ്റപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലും ആക്ഷേപിക്കാനുമൊക്കെ പലരും മുന്നോട്ട് വന്നു വരും. അപ്പം ദുർബല മനസ്കരാണെങ്കിൽ അവരിതിലെല്ലാം അങ്ങ് തളർന്നു പോവും, ഡിപ്രസ്ഡായി പോവും. അങ്ങനെ പലപ്പോഴും കാണാറുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ ആളുകൾ ഉയർന്നു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ മറ്റുള്ളവർ സംഘടിക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെയൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് പലപ്പോഴും കഴിഞ്ഞൊന്നും വരില്ല. പിന്നെ ഈ 1ാം തലമുറയാണെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ്, ഇവിടെ നമ്മുടെ ആക്സെൻറ്റിലുള്ള സംസാരം, അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ മറ്റുള്ളവർ നമ്മളെ കളിയാക്കുക അല്ലെങ്കിൽ നമ്മളെ പുച്ഛിക്കുന്ന ഒരവസ്ഥ, ഇതെല്ലാം അതിജീവിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നാനാവിധ പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ അതനുസരിച്ച് നമ്മുടെ വീട്ടിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു സഹായം കിട്ടാനായിട്ട് അതിന് മാത്രമുള്ള സംവിധാനങ്ങളൊന്നും നമുക്കിവിടെ ഇല്ല. നാട്ടിൽ കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അവിടെ ഇതിനേക്കാൾ കൂടുതലാണ് സ്ഥിതിഗതികൾ, ഇതിനേക്കാൾ കൂടുതൽ വഷളാണ് അവിടെ. അപ്പോൾ എങ്ങനെയായാലും ഇവിടെ ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങളിലൂടെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ ഈ ഡിപ്രഷനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരിലെങ്കിലും കാണുന്നുവെങ്കിൽ
എപ്പോഴും പോയി മൗനിയായിട്ടൊരു റൂമിൽ അടച്ചിരിക്കുന്നു, ആരോടും സംസാരിക്കുന്നില്ല, പുറത്തൊന്നും പോകുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഈ സിംറ്റംസ് കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും പിന്നെ മറ്റുള്ളവരൊരു കരുതലെടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഈ മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊരു ആരോഗ്യ പ്രശ്നമാണ്. അത് ചികിത്സ തേടുന്നതിൽ ഒരു അപമാനപരമായ ഒരു കാര്യവുമില്ല. കാരണം അതൊരു രോഗാവസ്ഥയാണ്. അത് ആ രീതിയിലേക്ക് ചിന്തിക്കാനായിട്ട് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മുടെ വിശ്വാസവും നമ്മുടെ സാമൂഹ്യ ജീവിതവും ഒക്കെയാണ് നമ്മളെ സഹായിക്കേണ്ടത്. അപ്പം അതെല്ലാം നമുക്ക് അറിഞ്ഞുകൂടാ. ഓരോരുത്തരുടെ മനസ്സിലും എന്താണ് കടന്നു പോകുന്നത് എന്നറിഞ്ഞുകൂടാ. എന്തായാലും ഈ സഹോദരിമാരുടെ ആത്മാക്കൾക്ക് പിന്നെ നിത്യശാന്തി നേരുന്നു. ആ കുടുംബത്തിന്, കിടങ്ങൂർക്കാരാണ് ആ കുടുംബം അനുഭവിച്ചു പിന്നെ കടന്നു പോകുന്ന ഈ തീരാവേദനയിൽ നമ്മളും പങ്കുചേരുന്നു. അമേരിക്കയിൽ അവരുടെ ബന്ധുക്കളെല്ലാം ഉണ്ട്, അവരുടെ ധാരാളം ബന്ധുക്കളും പിന്നെ എല്ലാം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ബന്ധുക്കളും ബന്ധുമിത്രാദികളും അവരുടെ എല്ലാം ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു. ഈ ദുഃഖവും ഈ തോരാമഴയും കടന്നു പോകട്ടെ, ഈ മഹാവ്യസനവും കടന്നു പോകട്ടെ എന്ന് നമുക്ക് ആശിക്കാം.